ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ കൊണ്ടാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനോട് കൊടുക്കണേ. അതുപോലെ തന്നെ നമുക്ക് ടിപ്സ് ഓഫ് ഇടുക്കുന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജുണ്ട്, ഇൻസ്റ്റയിലും ഒരു പേജുണ്ട്. അതൊന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ ദോശമാവ് വെച്ച് ചെയ്യാൻ പറ്റുന്നൊരു കിച്ചൺ ടിപ്സാണിത്. 3 ടിപ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മളുടെ ടിപ്സിലേക്ക് പോവാം. ദോശ ഉണ്ടാക്കുന്ന മാവ് എല്ലാവർക്കും റെഡിയാക്കാനായിട്ട് അറിയാമല്ലോ. അത് നന്നായിട്ട് പുളിച്ചൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സാണിത്. അപ്പോൾ നന്നായിട്ട് പുളിച്ച ദോശമാവ് വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. ഞാൻ ദോശ ഉണ്ടാക്കുന്നത് 3 ഗ്ലാസ് പച്ചരിയാണെങ്കിൽ 2 ഗ്ലാസ് ഉഴുന്ന് ചേർത്താണ് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് ഉഴുന്ന് ചേർക്കുമ്പോൾ നല്ല മയമായിരിക്കും. നമ്മളുടെ റേഷൻ പച്ചരി ആണെങ്കിൽ പോലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ കിട്ടും. പിന്നെ നല്ല ഇനം പച്ചരികളൊക്കെ ആണെങ്കിൽ വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉഴുന്നിൻ്റെ അളവ് കുറയ്ക്കാം. ഒരു 1.25 മതിയാവും കപ്പ്. അപ്പം ദോശയുടെ മാവ് ഇവിടെ റെഡിയാണ്. നന്നായിട്ട് പുളിച്ചു പോയ ദോശയുടെ മാവാണെങ്കിൽ പോലും നമുക്കിത് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ കുറച്ച് മാവ് മതി കേട്ടോ നമുക്ക് ഈ ടിപ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനതൊരു കുറച്ച് മാവ് ഞാനെടുത്ത് മാറ്റുന്നുണ്ട്. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആ പാത്രത്തിലുള്ളത് എടുത്താലും മതിയാവും. അപ്പോൾ വീഡിയോയിലേക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ദോശമാവ് എടുക്കുന്നത്. കുറച്ച് ദോശമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ടിപ്സിലേക്ക് പോകാം. കണ്ടോ, നമ്മളുടെ സോസ് പാന് പാലൊക്കെ തിളപ്പിച്ച് കഴിയുമ്പോൾ വല്ലാതെ കരിഞ്ഞ് കളറൊക്കെ മാറിയിരിക്കുന്ന ആ സോസ് പാനാണ്. അപ്പോൾ അത് നന്നായിട്ട് നീറ്റാക്കുന്നത് നമ്മളുടെ ദോശമാവാണിന്ന്. നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. നന്നായിട്ട് നമുക്ക് യൂസ്ഫുൾ ആകുന്നൊരു ടിപ്സാണ്. അപ്പം ചിലർക്ക് സോപ്പ് ഓയിൽ അതുപോലെ തന്നെ സോപ്പൊക്കെ അലർജി ഉള്ളവരുണ്ട്. അവർക്കൊക്കെ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആകും. നമ്മളുടെ സോസ് പാൻ നമുക്ക് വൃത്തിയാക്കാം. നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ദോശമാവിൽ നിന്നും കുറേശ്ശെ നമുക്ക് നമ്മളുടെ ആ ഒരു സോസ് പാനിലേക്ക് തേച്ച് കൊടുക്കാം. നന്നായിട്ട് തേച്ച് കൊടുക്കണം. എല്ലാ വശങ്ങളിലും പറ്റുന്ന രീതിയിൽ നന്നായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. കറയുള്ള വശങ്ങളിലൊക്കെ നന്നായിട്ട് തേക്കുക. നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് കിച്ചണിൽ വളരെയധികം യൂസ്ഫുള്ളാണ്. ഞാനിവിടെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 മിനിറ്റ് വെച്ചാൽ മതിയാകും. കുറച്ച് സമയം മതി. അതിനുശേഷം നമുക്ക് കഴുകി കളയാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള പാത്രത്തിൽ കറിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് കഴുകി കളയാം കേട്ടോ. ഞാനിവിടെ കുറച്ച് കറയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനൊരു 3 മിനിറ്റ് വെച്ചത്. ഇതുപോലെ നന്നായിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളുടെ അലുമിനിയം പാത്രമാണെങ്കിലും നമുക്കിതുകൊണ്ട് കഴുകാം. അതുപോലെ തന്നെ നമ്മളുടെ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിലും കഴുകാം. നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ നിങ്ങളൊരു സ്പോഞ്ച് ഉപയോഗിച്ച് വേണം കഴുകാനായിട്ട്. സ്ക്രബ്ബർ ഉപയോഗിക്കരുത്. കണ്ടോ, നല്ല കളർ വന്നു, നന്നായിട്ട് വൃത്തിയായി. അതുപോലെ തന്നെ സോപ്പൊക്കെ അലർജി ഉള്ളവർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടും. അപ്പം നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോവാം. നമ്മളുടെ വാഷ് ബേസിന് നമുക്കിതുപോലെ തന്നെ വൃത്തിയാക്കി എടുക്കാം. കണ്ടോ, എൻ്റെ വാഷ് ബേസിനിൽ കുറച്ച് എണ്ണമയമൊക്കെ ഉണ്ട്. അപ്പോൾ ആ എണ്ണമയമൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കണ്ടോ, ഇതുപോലെ ദോശമാവ് നന്നായിട്ട് തേച്ച് കൊടുക്കുക. നമ്മളുടെ വാഷ് ബേസിനകത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു എണ്ണമയവും അതുപോലെ തന്നെ ഒരു ബാഡ് സ്മെല്ലും ഒക്കെ പോകാനായിട്ട് നമ്മളുടെ ഈ ദോശമാവ് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ കണ്ടോ, ഈ എണ്ണമയം നന്നായിട്ട് പോകുന്ന കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, നന്നായിട്ട് പോവും. അപ്പം ഇന്നത്തെ ടിപ്സ് ഇങ്ങനത്തെയൊക്കെയുള്ള കുഞ്ഞു ടിപ്സുകളാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. നമുക്കിത് നന്നായിട്ട് കഴുകി കളയാം. നല്ല ക്ലീനായിട്ട് കിട്ടും നമ്മളുടെ വാഷ് ബേസിനൊക്കെ. കണ്ടോ, നല്ല ആ ഒരു എണ്ണയുടെ അംശമൊക്കെ പോയി നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്ത ടിപ്സ്, നമ്മളുടെ വെള്ളിക്കൊലുസ് നല്ല കളർഫുള്ളായിട്ട് നല്ല വെള്ളിയുടെ കളറിലേക്ക് വരും. നമുക്ക് ഈ ദോശമാവ് കൊണ്ട് എങ്ങനെയാണത് പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഒരു വെള്ളിക്കൊലുസാണ് കേട്ടോ. ഒരുപാട് വർഷം പഴക്കമുണ്ട്. ഒരു 10 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു കുലുസാണിത്. കല്യാൺ ജ്വല്ലേഴ്സിൽ നിന്ന് മേടിച്ചതാണ്. നല്ല വെള്ളിയാണ് അവരുടെ വെള്ളി, കറക്ക ഒന്നുമില്ല അധികം. അപ്പം
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിച്ച് നോക്കാം. എനിക്ക് കുറേ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് കറുത്ത് പോകുമായിരുന്നു വെള്ളി ഇട്ട് കഴിയുമ്പോഴത്തേനും. പക്ഷേ ഇവരുടെ ഒരു വെള്ളി കുലുസ് വാങ്ങിച്ചിട്ട് കറക്കാറൊന്നുമില്ല. അപ്പോൾ ആ ഒരു കുലുസ് നമുക്കൊന്ന് വൃത്തിയാക്കി നോക്കാം. ഞാനതൊരു 2 മിനിറ്റത്തേനൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പച്ചവെള്ളമാണ് കേട്ടോ, സാധാ വെള്ളമാണ്. ഇനി നമുക്കെടുത്തിട്ട് നമ്മളുടെ ദോശമാവ് ഒന്ന് തേച്ച് കൊടുക്കണം. അതിലേക്ക് നല്ല കളർ വരും നമ്മളുടെ കുലുസിന്. അപ്പോൾ അങ്ങനെ വളരെയധികം ഉപകാരപ്രദമാണ് നമ്മളുടെ ദോശമാവ്. അപ്പം പുളിച്ചു പോയെങ്കിലും അല്ലെങ്കിൽ മിച്ചം വന്നെങ്കിലും ഒന്നും നിങ്ങളത് കളയാൻ പാടില്ല. സൂക്ഷിച്ച് വെച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുക. കണ്ടോ, ഇനി ഒരു പഴയ ബ്രഷാണ് കേട്ടോ. പഴയ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഈ ദോശമാവ് അതിലേക്കും തേച്ച് കൊടുക്കാം. നമ്മൾ ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളിലുള്ള ചെളികളൊക്കെ വേഗം പോകും. അതുകൊണ്ടാണ് ഞാനൊരു ബ്രഷ് ഉപയോഗിച്ചത്. ഇനി നന്നായിട്ട് അതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ 2 കൊലുസും ഞാൻ നന്നായിട്ട് തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനകത്തുള്ള ആ ഒരു കളറൊക്കെ മാറി നല്ല കളറിലേക്ക് വരും നമ്മളുടെ വെള്ളി കുലുസ്. നമുക്ക് വാഷ് ചെയ്യാം. നമുക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണല്ലേ ദോശ. മലയാളികളുടെ പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും നമ്മളെപ്പോഴും കഴിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ദോശ. അപ്പോൾ ആ ദോശ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്പുകളും അത് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മാവ് അരയ്ക്കാൻ സമയത്ത് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പ് പറയാം. നമ്മൾ ഒരു ദോശ മാറ്റി വെക്കുക. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മാവ് അരയ്ക്കുന്ന കൂട്ടത്തിൽ തലേ ദിവസം നമ്മളുണ്ടാക്കിയ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലിരിക്കുന്ന ലെഫ്റ്റ് ഓവറായിട്ട് വന്നിരിക്കുന്ന ഒരു ദോശ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ദോശ നല്ല സോഫ്റ്റ് ദോശയായി കിട്ടും കേട്ടോ. നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയോളൂ. ഫ്രിഡ്ജിലെടുത്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ മാവ് അരയ്ക്കാൻ പോവുകയാണെങ്കിൽ ആ സമയത്തെടുത്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ദോശ എടുക്കുക, നമ്മൾ അരയ്ക്കുന്ന മാവിൽ ചേർക്കുക. അതിനുശേഷം നല്ല രീതിയിൽ സാധാരണ നമ്മൾ അരയ്ക്കുന്നത് പോലെ വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടാൻ വേണ്ടി ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചില ദിവസത്തെ ദോശ നല്ല സോഫ്റ്റ് ആയിരിക്കും, ചില ദിവസത്തെ ദോശ ഹാർഡായിരിക്കും, ചില ദിവസം പുളിച്ചു വന്നിട്ടില്ല എന്നൊക്കെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ പരിഹരിക്കാൻ പറ്റിയൊരു ടിപ്പാണ് ഇത്. കണ്ടോ, ഞാനിവിടെ അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലെ നോക്കി നോക്കാം കേട്ടോ. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് ഈ രീതിയിൽ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിലുള്ളവർക്കറിയാം ഭയങ്കര പാടാണല്ലേ ദോശമാവ് പുളിച്ച് വരാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കിയോളൂ, ഉറപ്പായിട്ടും വർക്കൗട്ട് ആവും കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് ദോശ ചുട്ടും കൂടെ നോക്കി നോക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് ദോശ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ചുട്ടെടുക്കുന്ന സമയത്ത് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ചുടുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ദോശയ്ക്ക് കഴിക്കാനായിട്ട്. ഇനി കറിയൊന്നും ഇല്ലെങ്കിലും പഞ്ചസാര കൂട്ടി നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. കുറച്ച് നെയ്യ് നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കഴിക്കുവാണെങ്കിൽ നമുക്ക് കറിയൊന്നും ഇല്ലാതെയും ദോശ കഴിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാവേ. അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത് തന്നെയാണ്. നമ്മളുടെയൊക്കെ വീടുകളിൽ കാണുമല്ലേ ഇങ്ങനെ ഒരു പാത്രം. നമ്മൾ നല്ല രീതിയിൽ ചൂടൊക്കെ ആവാൻ വേണ്ടിയിട്ട്, ചൂടാറാതെ ഭക്ഷണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രമാണ്. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് ശരിയായ രീതിയിൽ വർക്കാവില്ല. എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ല ടിപ്പാണിത്. കുറച്ച് ചൂടുവെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നല്ല രീതിയിൽ ചൂടായതിന് ശേഷം നമ്മളുടെ ആ ഒരു പാത്രത്തിലേക്ക് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ പാത്രം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക, ആ പാത്രം തീയിലൊന്നും വെക്കാൻ പാടില്ല കേട്ടോ. ഗ്യാസ് ഫ്ലെയിമിലൊന്നും വെക്കരുത്. സ്റ്റീലിൻ്റെയൊക്കെ പാത്രങ്ങൾ ഇറങ്ങാറുണ്ട് ഇപ്പം, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം ഞാനിവിടെ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2-3 മിനിറ്റ് കഴിയുന്നത് വരെ നമുക്കതൊന്ന് അതിനകത്ത് സ്റ്റോർ ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് ആ വെള്ളം ഒഴിച്ച് കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ വൃത്തിയായിട്ട് തുടച്ചെടുക്കുക. അപ്പം നല്ലൊരു ടിപ്പാണ്. ഇതുപോലുള്ള പാത്രങ്ങളുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നന്നായിട്ട് ചൂട് നമുക്കിപ്പം 2 മണിക്കൂർ നിൽക്കുന്നത് ഒരു 5 മണിക്കൂറൊക്കെ വരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങളെ സഹായിക്കും കേട്ടോ. അപ്പം ഞാൻ ആ വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തുടച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് നമ്മൾ എന്താണോ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് അതങ്ങോട്ട് വെച്ച് കൊടുക്കാം. ദോശയാണേലോ ചപ്പാത്തി ആണേലോ ഇനി കറികളാണെങ്കിലോ എന്തായാലും നമുക്ക്
നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വെള്ളമയം പാടില്ല കേട്ടോ. വെള്ളമയം തുടച്ച് മാറ്റിയതിന് ശേഷം മാത്രം സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ദോശ രാവിലെ ചുടുന്ന ദോശ കുറച്ച് മിച്ചം വന്നെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, വൈകുന്നേരം എടുക്കുമ്പോഴത്തേനും അതൊന്ന് കട്ടിയായിട്ടിരിക്കാറുണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മളുടെ അപ്പമാണെങ്കിലും അങ്ങനെ കട്ടിയായി പോകാറുണ്ട്. കണ്ടോ, ഈ ഒരു ദോശയുടെ പരുവം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നന്നായിട്ട് കട്ടിയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇനി ഞാൻ കാണിക്കാൻ പോണത്. ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഹോട്ടലുകാരൊക്കെ ചെയ്യുന്നൊരു ടിപ്പാണ്. അവരൊക്കെ ഇങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ ഫ്രഷായിട്ട് അപ്പം തന്നെ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന ഭക്ഷണം നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ടുള്ള കൈ വാഷ് ചെയ്തതിന് ശേഷം ആ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ദോശയിലേക്കൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോ, 2 വശത്തും ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ദോശയ്ക്കും ചെയ്യാം, അതുപോലെ തന്നെ അപ്പത്തിനും നല്ല സോഫ്റ്റായി കിട്ടും. ചപ്പാത്തിക്കും ചെയ്യാം കേട്ടോ. ചപ്പാത്തിക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കുറച്ച് വെള്ളം മതി. ദോശയ്ക്ക് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി നനവ് അതിൽ പറ്റണം. നല്ല ചൂടായിരിക്കുന്ന പാനിലേക്ക് നമുക്ക് ആ ദോശ ഇട്ട് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ കഴിക്കാനായിട്ട് സാധിക്കും കേട്ടോ. നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയാണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ അപ്പമാണെങ്കിലും നമുക്ക് എപ്പോഴും ചൂടോടുകൂടി കഴിക്കാനായിട്ട് ഈ ഒരു ടിപ്പ് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് കേട്ടോ. തുടർന്നും നല്ല നല്ല ടിപ്സുകളുമായി ഞാൻ വരുന്നതായിരിക്കും. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.